അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ക്രിയേഷൻസ് ഫോർ ലൈറ. ഞാൻ സൽമാമീർ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ സാധാരണ തയ്യൽ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിന്നിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എംബ്രോയ്ഡറിയുടെ ത്രെഡ് തന്നെയാണ്. നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ സമയമില്ലാത്തവർക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു തുണിയിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ നമുക്ക് ഡിസൈൻ ആവശ്യമെങ്കിൽ അതിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ ഡിസൈൻ വരച്ചെടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ചുരിദാറിലെല്ലാം ചെയ്യുമ്പോൾ ചുരിദാറിൻ്റെ നല്ല പുറത്താണ് നമുക്ക് ഡിസൈൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് വശത്താണ് വരച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ തുണിയിൽ നമ്മൾ വരച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് എടുത്ത് നമ്മൾ അതിൻ്റെ എല്ലാ ഇഴയും അതായത് 6 ഇഴയിലാണ് നമ്മുടെ ത്രെഡ് എപ്പോഴും വരിക. അപ്പോൾ ആ 6 ഇഴയും ഒരുമിച്ച് ഇതുപോലെ ഇട്ട് നമ്മൾ നമ്മുടെ ബോബിനിൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ കൊണ്ട് ഇതുപോലെ നമ്മൾ ടൈറ്റാക്കി ചുറ്റുക കേട്ടോ. ടൈറ്റാക്കി ചുറ്റിയാലേ അതിൽ ഒരുപാട് നൂല് കൊള്ളുള്ളൂ. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബോബിൻ ഇതുപോലെ കേസിൽ അറ്റാച്ച് ചെയ്ത് നൂല് ഇതിലൂടെ വലിച്ചെടുക്കുക. സാധാരണ നമ്മൾ നൂലിടുന്ന പോലെ തന്നെ നമ്മൾക്ക് ഈ ത്രെഡ് ഇതുപോലെ വലിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മേലെ ഇടുന്നത് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മേലെയുള്ള നൂല് കൊണ്ട് നമുക്ക് താഴെയുള്ള നൂല് ഇതുപോലെ വലിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു വേസ്റ്റ് തുണി എടുത്ത് അതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം നമ്മൾ നമ്മുടെ ഡിസൈനിലേക്ക് കടന്നാൽ മതി. നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. കാരണം താഴെ കെട്ട് പിടിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡിസൈനിലേക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ പെറ്റൽസാണ് ചെയ്തെടുക്കുന്നത്. പെറ്റൽസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ പോർഷനിൽ നിന്ന് തന്നെ എപ്പോഴും തുടങ്ങണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇത് കുറച്ചൊന്ന് തയ്ച്ച് പോകുന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ നൂല് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന നൂലില്ലേ, അത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ആ നൂല് താഴെയുള്ള നൂല് നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഇടയിൽ കയറി നമ്മുടെ സ്റ്റിച്ച് ഭംഗിയില്ലാതാവും. ഇതുപോലെ കോർണർ എത്തുമ്പോൾ കുത്തി നിർത്തി വീണ്ടും നമ്മൾ താഴേക്ക് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും നമ്മൾ ചെയ്തതിൻ്റെ അരികിലൂടെ തന്നെ വീണ്ടും മേലേക്ക് ചെയ്തു കുത്തി നിർത്തി അപ്പുറത്തെ സൈഡിലോട്ട് തയ്ക്കുകയാണ്. നമ്മൾ ചെയ്തതിൻ്റെ മേലെ കൂടെ ചെയ്യരുത്. ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ മേലെ കൂടെ ചെയ്യരുത്. അതിൻ്റെ തൊട്ടരികിലായി ചെയ്യണം. ചെയ്യുന്ന സമയത്ത് ഈ 2 സ്റ്റിച്ച് തമ്മിൽ അധികം ഗ്യാപ്പ് പാടില്ല. അടുത്തടുത്തായിട്ട് ചെയ്യണം കേട്ടോ. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ ഭംഗി പോകും. അപ്പോൾ നിങ്ങൾ പരമാവധി അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ഒരു പെറ്റൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കി ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കളയാതെ തന്നെ നമ്മൾ അടുത്ത പെറ്റലിലേക്ക് നമ്മൾ ഇങ്ങനെ ഈ താഴ്ഭാഗത്ത് കൂടി തന്നെ അടുത്ത പെറ്റലിലേക്ക് നമ്മൾ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അടുത്ത പെറ്റലിൻ്റെ ഷേപ്പിൽ വീണ്ടും തയ്ച്ചു തുടങ്ങുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് കൊടുത്ത് ഈ പെറ്റലിനെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ പെറ്റൽസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ നൂല് കട്ട് ചെയ്തിട്ടില്ല. നൂല് ഇടയ്ക്കൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ നൂലിൻ്റെ തുമ്പ് പുറത്തേക്ക് കാണാൻ ഇടവരും. അതുകൊണ്ട് പരമാവധി നൂല് കട്ട് ചെയ്യാതെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ എല്ലാ പെറ്റൽസും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും അവസാനം വരുമ്പോൾ നമുക്ക് കെട്ടിട്ട് കൊടുത്ത് കൊണ്ട് അവസാനിപ്പിക്കാം. ഒരുപാട് വലിയ നീളത്തിൽ കെട്ടിടണ്ട, ചെറിയൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് തുണി വലിച്ചെടുത്ത് നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ വശത്ത് നമ്മുടെ പെറ്റൽസ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇനിയും ഇതുമേ വർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കണം. സെൻറ്ററിൽ റൗണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. താഴെ ബോബിനിൽ എംബ്രോയ്ഡറിയുടെ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേലെ സാധാരണ ത്രെഡ് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. റൗണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ത്രെഡ് എപ്പോഴും വേഗം കട്ട് ചെയ്ത് കളയുക. അതായത് ഒരുപാട് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ താഴെയുള്ള ത്രെഡ് നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഇടയിൽ കുടുങ്ങി പോകും. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഈ സ്റ്റിച്ച് നല്ല ഭംഗിയും നല്ല ഇൻട്രസ്റ്റിംഗും ആണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിലും അല്ലെങ്കിൽ താഴ്ഭാഗത്തൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ ചുരിദാറിൽ ഇങ്ങനെ ഫ്ലവർ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, നല്ല ഭംഗിയുള്ള വേറെ ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ നല്ല ചുരിദാർ തയ്ച്ച് അതിൽ ഡിസൈൻ ചെയ്യുന്നതൊക്കെ കാണിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കൃത്യമായി കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനുശേഷം ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ത്രെഡ് വെച്ച് നമ്മൾ അവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യെല്ലോ കളർ ത്രെഡ് കൊണ്ട് തന്നെ നമ്മുടെ ഈ പെറ്റൽസിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലവർ ഒന്നുകൂടി ഭംഗി വരാൻ വേണ്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ റൗണ്ട് ഭാഗം ഫില്ല് ചെയ്ത് നേരെ ഇതുപോലെ പെറ്റൽസിലേക്ക് കടക്കാം. അവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇതുപോലെ തന്നെ ആ റൗണ്ട് ഭാഗം തയ്ച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇതുപോലെ പെറ്റൽസിന് ഔട്ട്ലൈൻ കൊടുക്കാം. ഇതുപോലെ ആ പെറ്റൽസിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ എല്ലാ പെറ്റൽസിനും ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം പെറ്റൽസിൻ്റെ സെൻറ്ററിൽ ചെറിയ ചെറിയ ലൈൻസും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഗ്രീൻ കളർ ത്രെഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബോബിനിൽ എംബ്രോയ്ഡറിയുടെ ത്രെഡ് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സ്റ്റെം വരച്ചെടുത്ത അതേ ഡിസൈനിൽ തന്നെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഈ നൂല് കട്ട് ചെയ്യുന്നത് നിങ്ങൾ മറക്കരുത്, അത് അപ്പോൾ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റെമ്മും ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റെം ചെയ്തതിന് ശേഷമാണ് നമ്മളിനി ലീഫ് ചെയ്യാൻ പോകുന്നത്. ലീഫ് ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റെം ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കളർ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മേലെ ഇട്ടിരിക്കുന്നത് ഡാർക്ക് കളർ ഗ്രീനാണ് കേട്ടോ. മേലെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് താഴെ ലൈറ്റ് കളർ ഗ്രീനും മേലെ ഡാർക്ക് കളർ ഗ്രീനാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ലീഫിൻ്റെ സെൻറ്ററിലൂടെ മേലേക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തു. മേലെ ആ തുമ്പ് ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ കുത്തി നിർത്തി വീണ്ടും നമ്മൾ താഴേക്ക് അതിനടുത്ത് കൂടി തന്നെ അടുത്ത സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ താഴെ നിന്ന് മേലേക്ക് തയ്ച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ കുറച്ച് താഴെ വെച്ച് നമ്മൾ സ്റ്റിച്ച് കുത്തി നിർത്തി ഇതുപോലെ വീണ്ടും താഴേക്ക് തന്നെ കൊണ്ടുവരാണ്. കുത്തി നിർത്താൻ വീണ്ടും മേലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്തില്ലേ ആ സ്റ്റിച്ചിൻ്റെ താഴെ കണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് നിർത്തി വീണ്ടും കുത്തിയെടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് നിർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തെടുത്ത സ്റ്റിച്ചിൽ നിന്ന് ഒരല്പം മാറ്റിയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. താഴേക്ക് ഇറക്കും ചെയ്യുക, അങ്ങോട്ട് ഇത്തിരി വിട്ട് കൂട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ താഴേക്ക് ആയിട്ടാണ് പിന്നീട് ചെയ്യുന്നത് കേട്ടോ. അതിന് നമുക്ക് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ സെൻറ്ററിൽ ചെയ്ത സ്റ്റിച്ചിൻ്റെ കുറച്ച് താഴെ കണ്ട് കുത്തി നിർത്തി വീണ്ടും താഴേക്ക് ചെയ്യാണ്. ശേഷം വീണ്ടും നമ്മൾ താഴേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവിടെ കുത്തി നിർത്തി മേലേക്ക് തയ്ച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ചെയ്തെടുത്ത സ്റ്റിച്ചിൻ്റെ കുറച്ച് താഴെ കണ്ട് കുത്തി നിർത്തി വീണ്ടും താഴേക്ക് തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴാണ് ആ ലീഫിൻ്റെ ഈ സൈഡ് ഭാഗം നമുക്കിതുപോലെ ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലീഫും ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഇതിവിടെ കെട്ടിയിട്ട് ഉറപ്പിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അടുത്ത ലീഫ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ ബാക്ക് ഭാഗം തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. ഇതുപോലെ നമ്മൾ 2 ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലീഫിൻ്റെ എൻഡിൽ നോക്കിയാൽ കാണാം അവിടെ നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ തയ്യൽ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.